Start the show. So end a code and Parvati. Ton കണക്കിന് fun. നീ കുറെ നേരമായി വന്നിട്ട്? ഞാൻ വന്നു, പിന്നെ ഫ്ലൈറ്റ് ഡിലേ ആണെന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു പോയി, പിന്നെ ഇപ്പോൾ രണ്ടാമത് വന്നു. ഓ, അതിനവിടുന്ന് 1 മണിക്കൂർ വൈകിട്ടാ പോകുന്നത്. ഞാൻ വിചാരിച്ചു എമിഗ്രേഷനിൽ സമയം എടുത്തുണ്ടാവുന്നു. എമിഗ്രേഷനിൽ എങ്ങനെയാ തിരക്കുണ്ടായിരുന്നോ? ഏയ്, വലിയ കാര്യമായിട്ടൊന്നുമില്ല. പ്രാർത്ഥന മോൾ എന്ത് പറയുന്നു? അവളെ എൻട്രൻസ് പ്രിപ്പയർ ചെയ്യണം. ഫോൺ വരുന്നുണ്ട്, ആരാണെന്ന് നോക്കിയേ. ഹലോ. ഓക്കെ. ഐ വിൽ കോൾ യു ബാക്ക്. എന്താ ഓഫീസിന്ന്? ഓഫീസിൽ നിന്ന് ഹരി വിളിച്ചതാ. എന്തായാലും നിനക്ക് കുറച്ച് പ്രായം കൂടിയ പോലെ തോന്നുന്നുണ്ട്. വർക്കിന്റെ ടെൻഷനാ? ഹേയ്, അങ്ങനെയൊന്നുമില്ല ചോ. ഹലോ. എന്താ പരിപാടി? ആട്ടെ, എൻട്രൻസ് കോച്ചിങ് എവിടെ വരെയായി? നന്നായി പോണു. അപ്പൊ എഞ്ചിനീയറിംഗ് ഉറപ്പിച്ചു അല്ലേ? അച്ഛൻ ഉറപ്പിച്ചു. അമ്മ സെയിം സ്റ്റാൻഡ്, മെഡിസിൻ. എന്താ മോളുടെ അഭിപ്രായം? അവൾക്കൊരു ആർട്ടിസ്റ്റ് ആവണമെന്നാ പറയുന്നത്. ആദ്യം ഒരു പ്രൊഫഷണൽ കരിയർ ഉണ്ടാവട്ടെ, അത് കഴിഞ്ഞിട്ട് എന്ത് വേണമെങ്കിൽ ആവാലോ. പറഞ്ഞാ മനസ്സിലാവണ്ടേ? ഗോഡ്. എടാ, അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കട്ടെ. നീ എന്തിനു നിർബന്ധിക്കുന്നത്? അച്ഛൻ പറഞ്ഞനുസരിച്ചല്ലേ ഞാൻ എഞ്ചിനീയറിംഗ് പോയത്. എടാ, അന്ന് നിനക്ക് സ്വയം തിരിച്ചറിയാനുള്ള പ്രാപ്തി ഇല്ലായിരുന്നു. അന്ന് നിന്നോട് ഞാൻ ചോദിച്ചില്ലേ? അപ്പൊ നീ എന്താ എന്നോട് പറഞ്ഞത്? നിനക്ക് രജനീകാന്തിനെ പോലെ ആവണമെന്ന് ഇല്ലേ? പക്ഷെ അവൾ അങ്ങനെയാണോ? എടാ, ഇഷ്ടപ്പെട്ട ജോലി ചെയ്താ ദേ നിന്നെ പോലെ ഇപ്പോൾ ടെൻഷൻ അടിക്കേണ്ടി വരില്ല. എടാ, അവൾക്ക് കലയിലാണ് താല്പര്യമെങ്കിൽ അതങ്ങനെ വിട്ടുകൊടുക്ക്. അച്ഛനും കൂടി ഇനി അവളെ സപ്പോർട്ട് ചെയ്യാത്തതിന് ഒരു കുറവുള്ളൂ. ദേ, ഞാൻ ആരുടെയും ഭാഗം നിൽക്കല്ല. അവൾക്ക് അതിനുള്ള കഴിവുണ്ട്. അല്ല, അവളുടെ പാഷൻ പ്രൊഫഷനാക്കാണ് താല്പര്യമെങ്കിൽ അങ്ങനെ സമ്മതിച്ചു കൊടുക്ക്. എല്ലാവരും ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ആയാൽ മതിയോ? മിസ് പ്രാർത്ഥന എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മിസ് പ്രാർത്ഥന is very busy. അതല്ല, നെക്സ്റ്റ് വീക്ക് വിറ്റ്ലിംഗ് വുഡ്സ് ഒരു സെലക്ഷൻ നടത്തുന്നുണ്ട്. സെലക്ഷൻ കിട്ടിയാൽ ഫ്രാൻസിൽ പോയി സ്കോളർഷിപ്പോടെ പഠിക്കാം. But to get selection, you have to present a unique subject related to art. For the past 6 months, I've been trying. But Appu said, I want to become an artist, not a doctor or engineer. നോക്കിയേ മോളെ, നിന്റെ കണ്ണിൽ എനിക്ക് കാണാം നിന്റെ ആത്മാർത്ഥമായ ആഗ്രഹം. നീ ഹാർഡ് വർക്ക് ചെയ്യേ. നിനക്ക് വേണ്ടി സാഹചര്യങ്ങൾ ഒരുങ്ങും.
സാഡ് സോൾ ഓഫ് നേച്ചർ. അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അത് ഇത് നോക്ക്. ആ അതെ, നേരെ ഒരുപാടായി. ഇപ്പൊ തൽക്കാലം പോയി കിടന്നുറങ്ങാൻ നോക്ക്. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം കേട്ടാ. ചെല്ലേ, ഗുഡ് നൈറ്റ്. ആ മോള് കിടന്നോ, ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാം. Good night, Appus. ഗുഡ് നൈറ്റ്. ഇതാണ് നിനക്ക് പ്രസൻറ്റ് ചെയ്യാനുള്ള സബ്ജക്റ്റ്. എൻ്റെ ചെറിയൊരു കളക്ഷനാണ്. പണ്ട് ഒന്നാം ലോകമായ യുദ്ധകാലഘട്ടത്തിന് മുന്നേ ഉണ്ടായ ആർട്ട് മൊമെൻറ്റ്സിനെ പറ്റി അറിയില്ലേ? ജർമ്മൻ എക്സ്പ്രഷനിസത്തിൻ്റെയോ ഇംപ്രഷനിസത്തിൻ്റെയോ കാലഘട്ടത്തിന് തൊട്ടു മുന്നേ നടന്ന ഒരു ആർട്ട് മൊമെൻ്റായി ലോകം മുഴുവനും നടന്ന ഈ വിപ്ലവത്തെ കണ്ടുകൂടെ? വിപ്ലവം, ഭക്തി, പ്രണയം, സംഗീതം, പ്രകൃതി, ദേശസ്നേഹം എന്നിങ്ങനെ പലതരം വികാരങ്ങൾ തന്നെയല്ലേ അവരും വരച്ചുകൂട്ടിയിരിക്കുന്നത്. ആ ഒരുപറ്റം ലേബർ ആർട്ടിസ്റ്റുകളെയും അറിയപ്പെടാത്ത കലാകാരന്മാരായി വാഴ്ത്തിക്കൂടെ? കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നിങ്ങനെ എല്ലാ തട്ടിലുള്ളവരെയും ആകർഷിക്കാൻ ഈ ചിത്രങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. അതിനാൽ അഡ്വർടൈസിങ്ങിൻ്റെയും ബ്രാൻഡിങ്ങിൻ്റെയും ആദ്യപടികളിൽ ഇവയ്ക്ക് ഒരു പ്രധാന പങ്കുണ്ട്. And again, there were also designs that depicted the personal memories of the so-called labor artists. The visuals that adorn these matchbox labels include shades of their religion, history, iconography, and culture. People who went abroad often bought back matchbox labels as sovereigns. The history of these matchbox labels provides a fascinating pictorial guide and acts as a reference to social history. Thank you. And I'd like to dedicate this presentation to all those unknown artists who blended their emotions with colors. Thank you.